നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് ജൂൺ 2023. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് സിംഗപ്പൂർ. 2023 എമർജിംഗ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ. വേൾഡ് എക്കണോമിക്സ് ഫോറം തയ്യാറാക്കിയ 2023 ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഐസ്ലാൻഡ്. വേൾഡ് എക്കണോമിക്സ് ഫോറം തയ്യാറാക്കിയ 2023 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച പുരുഷതാരം എന്ന റെക്കോർഡ് നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023 വുമൺ 20 സമ്മിറ്റിന് വേദിയായ ഇന്ത്യൻ നഗരം ചെന്നൈ. സൗജന്യമായി വൈദ്യുതി നൽകുന്ന ഗ്രഹജ്യോതി യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക. ജർമ്മൻ ബുക്ക് ഗ്രേഡിൻ്റെ 2023 പീസ് പ്രൈസ് ലഭിച്ച സാഹിത്യകാരൻ സൽമാൻ റുഷ്ദി. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന് വേദിയായ നഗരം ഭോപ്പാൽ. അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ഫെഡറൽ ജഡ്ജിയായി നിയമിതയായത് നുസ്രത്ത് ചൗധരി. 2023 ഗോവയിൽ വച്ച് നടക്കുന്ന ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്ത്. 2023 ജൂണിൽ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ ആയി നിയമിതനായത് സ്വാമിനാഥൻ ജാനികരാമൻ. 2023 ജൂണിൽ ആത്മഹത്യ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ രാജ്യം ഉത്തര കൊറിയ. പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന പൊതുജനങ്ങളെ സഹായിക്കുവാനായി വോളണ്ടിയർമാരെ നിയമിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ, വയനാട്. 2023 ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ഫുട്ബോൾ കപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ലബനാനെ തോൽപ്പിച്ചു. ഫെൻസിംഗ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവി. ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. 2023 യുവേഫ നേഷൻ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിൻ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രവി സിൻഹ. 2023 യൂറോപ്യൻ എസ്സേ പ്രൈസ് ലഭിച്ചത് അരുന്ധതി റോയ്. 2021 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗീത പ്രസ്. 2023 ജൂണിൽ അന്തരിച്ച മലയാള സിനിമാ നടൻ പൂജപ്പുര രവി. ഈ അടുത്ത് സുപ്രീം കോടതി ബൈക്ക് ടാക്സികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ നഗരം ഡൽഹി. 2023 ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ഇന്ത്യ. സ്വാതിക് സായ് മാജ, ചിരാഗ് ഷെഡ്ഡി. 2022-2023 വർഷത്തെ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന റോക്കറ്റ് LVM-3. 2023 സായ് 20 ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സായ്. ചലച്ചിത്ര നടൻ സലീം കുമാറിൻ്റെ ആത്മകഥ ഈശ്വര വഴക്കില്ലല്ലോ. രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. കേരളത്തിലെ ആദ്യ മ്യൂസിക് വില്ലേജ് വാൽമുട്ടി, പാലക്കാട്. 2023 ജൂണിൽ വെസ്റ്റ് നൈൽ വൈറസ് മൂലം മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല എറണാകുളം. പത്മപുരസ്കാര ജേതാക്കൾക്ക് മാസം 10,000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഭുവനേശ്വർ. കേരള ചലച്ചിത്ര പുരസ്കാര നിർണയ ജൂറിയുടെ ചെയർമാനായി നിയമിതനായത് ഗൗതം ഘോഷ്. 2023 ജൂണിൽ പാൽക്കി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര.
2023 ജൂണിൽ രാജ അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഒഡീഷ. ആഗോളതലത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. 2023 ജൂണിൽ ആരംഭിച്ച ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം എഗുവെറി ജലാശയങ്ങളിലെ നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല എറണാകുളം. കേരള പോലീസിൻ്റെ ഓൺലൈൻ രക്തദാന പദ്ധതി പോൾ ബ്ലഡ്. കേരളം പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ടൂറിസം ആപ്പ് ഷീ ടൂറിസം. 2023 ഗവർണർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ശക്തികാന്ത് ദാസ്, നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ. 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന നഗരം ഹാങ്ഷ, ചൈന. ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിട്ടാണ് സുബൻസിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്? അരുണാചൽ പ്രദേശ്, ആസാം. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി കേരള നോളജ് എക്കണോമിക്സ് മിഷൻ ഫിഷറീസ് വകുപ്പിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന പദ്ധതി തൊഴിൽ തീരം. സമുദ്രത്തിൻ്റെ അടിയിൽ തുടർച്ചയായി 100 ദിവസം താമസിച്ച് ലോക റെക്കോർഡ് നേടിയ വ്യക്തി ജോസഫ് ഡിറൂറി. 2023 മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ബൾഗേറിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് നിക്കോളായ് ഡെൻകോവ. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിൻ്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മാണിക്കൽ, തിരുവനന്തപുരം. 2023 ലോക രക്തദാന ദിനത്തിൻ്റെ ജൂൺ 14 പ്രമേയം ഗീവ് ബ്ലഡ്, ഗീവ് പ്ലാസ്മ, ഷെയർ ലൈഫ്, ഷെയർ ഓഫൺ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി സേവസ് പദ്ധതി. 2023 ലോക കേരള സഭയ്ക്ക് വേദിയായത് ന്യൂയോർക്ക്. 2023 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ ജൂൺ 12 പ്രമേയം സോഷ്യൽ ജസ്റ്റിസ് ഫോർ ആൾ ആൻഡ് ചൈൽഡ് ലേബർ. കർണാടകയിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകൾ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി ശക്തി പദ്ധതി. പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനം ഗോവ. കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ അഴിമതി സംബന്ധിച്ച് പരാതികൾ അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-425-5255. കേരളത്തിലെ ആദ്യ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ് ആയ iAeroക്കെ വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നമ്പിസാറ്റ് 1. 2022-2023 വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ മാഞ്ചസ്റ്റർ സിറ്റി. വിമാനം തകർന്ന് ആമസോൺ കാടുകൾ അകപ്പെട്ട കുട്ടികളെ കണ്ടെത്താനായി കൊളംബിയ നടത്തിയ ഓപ്പറേഷൻ ഹോപ്പ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ. 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സിയാടെക്. 2023 ഫിഫ അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഉറുഗ്വേ. 2022-2023 വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. കേരളത്തിൽ പെട്രോളിയം വാതകത്തിന് പകരം പ്രകൃതി വാതകം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടക്കം കുറിച്ച പദ്ധതി സിറ്റി ഗ്യാസ് പദ്ധതി. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേന്ദ്ര സർക്കാരിൻ്റെ ആസ്പിരേഷണൽ ജില്ലാ പദ്ധതി സാമ്പത്തിക നൈപുണ്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ച ജില്ല വയനാട്. 2023 ലോക സമുദ്ര ദിനത്തിൻ്റെ ജൂൺ 8 പ്രമേയം പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. 2023 ജൂണിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ സി ശങ്കരനാരായണ മേനോൻ അഥവാ ഉണ്ണി ഗുരുക്കൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
കളരിപ്പയറ്റ്. 2023 ജൂണിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് യെല്ലോ സ്റ്റാർ നൽകി ആദരിച്ച രാജ്യം സുരിനാം. ശബ്ദത്തിൻ്റെ 15 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഇൻ്റർമീഡിയ റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയ ഫത്താഹ് അവതരിപ്പിച്ച രാജ്യം ഇറാൻ. 2023 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ ജൂൺ 7 പ്രമേയം ഫുഡ് സ്റ്റാൻഡേർഡ്സ് സേവ് ലീവ്സ്. 2023 കുടുംബശ്രീ കലോത്സവ ജേതാക്കളായ ജില്ല കാസർഗോഡ്. GSTയുടെ കീഴിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അതോറിറ്റി GST ആപ്പിലേറ്റ് ട്രൈബ്യൂണൽ. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ബിപോർ ജോയ്. ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യം കാനഡ. സംസ്ഥാന വ്യാപകമായി AI ക്യാമറകൾ, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ എന്നീ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി നെറ്റ് സീറോ എമിഷൻ. അന്യം നിന്നുപോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ച പദ്ധതി നാട്ടുമാവും തണലും. ലോക ആരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതിയായ ടാപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യം നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ജൂൺ 5 പ്രമേയം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ കളക്ട്രേറ്റ് കോട്ടയം. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഇൻ്റർനെറ്റ് പദ്ധതിയായ K-ഫോൺ ഉദ്ഘാടനം ചെയ്ത ദിവസം 2023 ജൂൺ 5. 2023 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2023 ജൂണിൽ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്നത് ഒഡീഷയിലെ ബാലസോർ. 2023 കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2023 വേദി തൃശൂർ. 2023 P. കേശവദേവ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദേശമംഗലം രാമകൃഷ്ണൻ. 2023 ഉള്ളൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് BP ജോയ്. കാണാമറ എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം. കേരളത്തിൻ്റെ ജയിൽ മേധാവിയായി ചുമതലയേറ്റത് K. പത്മകുമാർ. 2023 ജൂണിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒപ്പുവച്ച ഉടമ്പടികളുടെ എണ്ണം 7. കേരളത്തിലെ ആദ്യ നാപ്കിൻ സംസ്കരണ സംവിധാനം നിലവിൽ വരുന്നത് പാലക്കാട്. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള ഫുട്ബോൾ ക്ലബ് ആയി മാറിയത് റയൽ മാഡ്രിഡ്. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? C. ദിവാകരൻ. നാസ ഭൂമിയിൽ നിർമ്മിച്ച ചൊവ്വാഗ്രഹത്തിന് സമാനമായ അന്തരീക്ഷം മാർസ് ഡ്യൂൺ ആൽഫ. ഈ അടുത്ത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ കേരളത്തിലെ സർവകലാശാല കുസാറ്റ്. നീതി ആയോഗിന് സമാനമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വരുന്ന സംവിധാനം സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. ത്രിപുര ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് സൗരവ് ഗാംഗുലി. 2023 ആരംഭിച്ച ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള നാവിക അഭ്യാസം അൽ മഹദ് അൽ ഹിന്ദി. 2023 പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വിമാനത്താവളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. തുർക്കിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് റസബ് എർദോഗാൻ. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ വാർഷിക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി UAE. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് SV ഭാട്ടി. 2023 മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ച ചൈനയുടെ ദൗത്യം ഷെൻഷാ 16. 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ മെയ് 31 പ്രമേയം ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ.
കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. മനുഷ്യൻ ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയതിൻ്റെ 70-ാം വാർഷികം ആചരിച്ചത് 2023 മെയ് 29. 2023 മെയ്യിൽ ഇന്ത്യ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം NVS-01. ചൈന തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യാത്രാ വിമാനം C919. വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ വേൾഡ് ടൂർ കിരീടം നേടിയ ആദ്യ മലയാളി പ്രണോയ് റോയ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനം കേരളം 2023 മെയ് 25-നാണ് പ്രഖ്യാപിച്ചത്. 2023 മെയ്യിൽ അന്തരിച്ച റോക്ക് ആൻഡ് റോൾ രാജ്ഞി എന്നറിയപ്പെടുന്ന വിഖ്യാത ഗായിക ടീന ടർണർ 2023 മെയ് മാസത്തിൽ ഫിലിപ്പീൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മാവാർ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന രാജ്യം സിംബാബ്വെ. 2020-2021 വർഷത്തെ നീതി ആയോഗ് വാർഷിക ആരോഗ്യ സൂചിക പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്നാമതെത്തിയത് ലക്ഷദ്വീപ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.